ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. അവൻ ആദിയിൽ ദൈവത്തോടു കൂടിയായിരുന്നു. സമസ്തവും അവനിലൂടെ ഉണ്ടായി, ഒന്നും അവനെ കൂടാതെ ഉണ്ടായിട്ടില്ല. അവനിൽ ജീവനുണ്ടായിരുന്നു, ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. ആ വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, അതിനെ കീഴടക്കുവാൻ ഇരുളിന് കഴിഞ്ഞില്ല. തൻ്റെ പ്രബോധനങ്ങളാൽ നമ്മെ ജ്ഞാനികളാക്കുന്ന സകലത്തിൻ്റെയും നാഥനായ ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവീകവുമായ തിരുവചനങ്ങളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അങ്ങയുടെ വിശുദ്ധമായ പ്രബോധനത്താൽ ഞങ്ങളെ ജ്ഞാനികളാക്കണമേ. ഞങ്ങളുടെ ഇരുളടഞ്ഞ ജീവിതത്തെ അങ്ങയുടെ വചന വെളിച്ചത്താൽ പ്രകാശിപ്പിക്കണമേ. അങ്ങയുടെ വചനങ്ങളാൽ ഞങ്ങളുടെ മനസ്സിനെ ജ്വലിപ്പിക്കണമേ. ആമേൻ. ഒരു വർഷം കൊണ്ട് സമ്പൂർണ്ണ ബൈബിൾ വായന 59-ാം ദിവസം ലേവ്യരുടെ സമർപ്പണം. ഇന്നേ ദിവസം നമ്മൾ സംഖ്യയുടെ പുസ്തകം 8-ാം അധ്യായം, സംഖ്യയുടെ പുസ്തകം 9-ാം അധ്യായം, നിയമാവർത്തന പുസ്തകം 8-ാം അധ്യായം, 93-ാം സങ്കീർത്തനം എന്നിവ വായിക്കുന്നു. പുരോഹിതഗണമായി ദൈവം തിരഞ്ഞെടുത്ത ലേവായരുടെ സമർപ്പണവും ഇസ്രായേല്യരുടെ രണ്ടാമത്തെ പെസഹായെക്കുറിച്ചും സംഖ്യയുടെ പുസ്തകത്തിൽ നാം വായിക്കുന്നു. ഇസ്രായേൽ ജനതയ്ക്കുണ്ടാകുന്ന ശിക്ഷണത്തെക്കുറിച്ചും പിതാക്കന്മാരോട് ശപഥം ചെയ്ത ഉടമ്പടിയെക്കുറിച്ചും നിയമാവർത്തന പുസ്തകത്തിൽ നാം വായിക്കുന്നു. പെസഹ കുഞ്ഞാടായ ക്രിസ്തുവിലൂടെ പരിശുദ്ധ കുർബാനയിലൂടെ നാം ദൈവകുടുംബത്തിൻ്റെ ഭാഗമായി മാറുന്നതിനെക്കുറിച്ച് തിരുവചനം നമ്മെ പഠിപ്പിക്കുകയാണ് ഈ വചനഭാഗങ്ങളിലൂടെ. സംഖ്യയുടെ പുസ്തകം 8-ാം അധ്യായം, ദീപസജ്ജീകരണം. കർത്താവ് മോശയോട് ഇപ്രകാരം വചിച്ചു: അഹ്റോനോട് നിർദ്ദേശിക്കുക, നീ തിരുനാളങ്ങൾ ഉയർത്തുമ്പോൾ വിളക്കുകാലിന് മുമ്പിൽ പ്രകാശം പരക്കത്തക്ക വിധമായിരിക്കണം 7 തിരുനാളങ്ങളും. അഹ്റോൻ അപ്രകാരം ചെയ്തു. കർത്താവ് മോശയോട് കൽപ്പിച്ചതുപോലെ വിളക്കുകാലിന് മുമ്പിൽ അവൻ അതിൻ്റെ തിരുനാളങ്ങൾ ഉയർത്തി. വിളക്കുകാലിൻ്റെ നിർമ്മിതി ഇപ്രകാരമായിരുന്നു. അതിൻ്റെ ചുവടും പുഷ്പവും ഉൾപ്പെടെ അടിച്ചുപണിയായിരുന്നു, സ്വർണത്തിൻ്റെ ഒരു അടിച്ചുപണി. കർത്താവ് മോശയ്ക്ക് കാണിച്ചു കൊടുത്ത മാതൃക പോലെയാണ് അവൻ വിളക്കുകാൽ ഉണ്ടാക്കിയത്. ലേവ്യരുടെ സമർപ്പണം. കർത്താവ് മോശയോട് ഇപ്രകാരം വചിച്ചു: ഇസ്രായേല്യർക്കിടയിൽ നിന്ന് ലേവായരെ തിരഞ്ഞെടുത്ത് നീ അവരെ ശുദ്ധീകരിക്കുക. അവരെ ശുദ്ധീകരിക്കാൻ നീ അവരോട് ഇങ്ങനെ ചെയ്യണം: പാപമുക്തിക്കുള്ള യാഗജലം അവരുടെ മേൽ തളിക്കുക. അവർ തങ്ങളുടെ ദേഹം മുഴുവൻ ക്ഷൗരക്കത്തി ഓടിക്കണം. അവർ തങ്ങളുടെ വസ്ത്രങ്ങൾ അലക്കി തങ്ങളെ തന്നെ ശുദ്ധീകരിക്കട്ടെ. അനന്തരം ഒരു മൂരിക്കിടാവിനെയും അതിൻ്റെ ധാന്യയാഗമായി എണ്ണ ചേർത്ത നേരിയ മാവും അവർ എടുക്കട്ടെ. പാപമുക്തിയാഗത്തിന് രണ്ടാമതൊരു മൂരിക്കിടാവിനെയും നീ എടുക്കണം. ലേവായരെ സമാഗമ കൂടാരത്തിൻ്റെ മുമ്പിൽ നീ കൊണ്ടുവരണം. ഇസ്രായേല്യ സമൂഹം മുഴുവനെയും വിളിച്ചുകൂട്ടുകയും വേണം. ലേവായരെ കർത്താവിൻ്റെ മുമ്പിൽ നീ കൊണ്ടുവരണം. ഇസ്രായേല്യർ ലേവായരുടെ മേൽ തങ്ങളുടെ കരങ്ങൾ വയ്ക്കണം. അഹ്റോൻ ലേവായരെ ഇസ്രായേല്യരിൽ നിന്ന് കർത്താവിന് മുമ്പിൽ നിരാജനമൊഴിയണം. അങ്ങനെ അവർ ശുശ്രൂഷ ചെയ്യാനുള്ളവരായിത്തീരട്ടെ. ലേവായർ മൂരികളുടെ തലയിൽ തങ്ങളുടെ കരങ്ങൾ വയ്ക്കണം. ലേവായരെ പ്രതി പരിഹാരത്തിനായി ഒന്നിനെ പാപമുക്തിയാഗമായും മറ്റേതിനെ ഹോമയാഗമായും കർത്താവിന് അവൻ അർപ്പിക്കണം. ലേവായരെ അഹ്റോൻ്റെ മുമ്പിലും അവൻ്റെ പുത്രന്മാരുടെ മുമ്പിലും നിർത്തി കർത്താവിന് നീ അവരെ നിരാജനമൊഴിയണം. ഇപ്രകാരം ഇസ്രായേല്യരുടെ ഇടയിൽ നിന്ന് ലേവായരെ നീ വേർതിരിക്കണം. ലേവായർ എൻ്റേതായിരിക്കും. അതിനുശേഷം ലേവായർ സമാഗമ കൂടാരത്തെ ശുശ്രൂഷിക്കാൻ പ്രവേശിക്കട്ടെ. അപ്പോൾ നീ അവരെ ശുദ്ധീകരിക്കുകയും നിരാജനമൊഴിയുകയും വേണം. എന്തെന്നാൽ ഇസ്രായേല്യർക്കിടയിൽ നിന്ന് അവർ എനിക്ക് സമ്മാനമായി വയ്ക്കപ്പെട്ടവരാണ്. എല്ലാ ഇസ്രായേല്യരിൽ നിന്ന് ആദ്യജാതനായി ഗർഭപാത്രം തുറക്കുന്ന സകലർക്കും പകരം അവരെ ഞാൻ എനിക്കായി തിരഞ്ഞെടുത്തിരിക്കുന്നു. ഇസ്രായേല്യരിൽ മനുഷ്യനിലെയും മൃഗത്തിലെയും ഓരോ കടിഞ്ഞൂലും എനിക്കുള്ളതാണ്. ഈജിപ്ത് നാട്ടിലെ ഓരോ കടിഞ്ഞൂലിനെയും സംഹരിച്ച നാളിൽ ഞാൻ അവരെ എനിക്കായി മാറ്റിവെച്ചു. ഇസ്രായേല്യരിലെ ഓരോ കടിഞ്ഞൂലിനും പകരമാണ് ലേവായരെ ഞാൻ തിരഞ്ഞെടുത്തത്. സമാഗമ കൂടാരത്തിൽ ഇസ്രായേല്യരുടെ ശുശ്രൂഷ നിർവഹിക്കാനും അവർക്കു വേണ്ടി പരിഹാരമനുഷ്ഠിക്കാനും
ഇസ്രായേല്യർ വിശുദ്ധ സ്ഥലത്തെ സമീപിക്കുക വഴി അവരുടെ ഇടയിൽ മഹാമാരി ഉണ്ടാകാതിരിക്കാനുമായി ഇസ്രായേല്യരുടെ ഇടയിൽ നിന്ന് ലേവ്യരെ അഹ്റോനും അവൻ്റെ പുത്രന്മാർക്കും ഇഷ്ടദാനമായി ഞാൻ കൊടുത്തിരിക്കുന്നു. മോശയും അഹ്റോനും ഇസ്രായേൽ സമൂഹം മുഴുവനും ലേവായരുടെ ഇപ്രകാരം ചെയ്തു. ലേവായരെ സംബന്ധിച്ച് കർത്താവ് മോശയോട് കൽപ്പിച്ചതെല്ലാം അനുസരിച്ചാണ് ഇസ്രായേല്യർ അവരോട് പ്രവർത്തിച്ചത്. ലേവായർ തങ്ങളെ തന്നെ പാപമുക്തരാക്കി തങ്ങളുടെ വസ്ത്രങ്ങൾ അലക്കി അഹ്റോൻ അവരെ കർത്തൃസന്നിധിയിൽ നിരാജനമൊഴിഞ്ഞു. അവരെ ശുദ്ധീകരിക്കുന്നതിനായി അഹ്റോൻ അവർക്കു വേണ്ടി പരിഹാരവും ചെയ്തു. അതിനുശേഷം ലേവായർ അഹ്റോൻ്റെയും അവൻ്റെ പുത്രന്മാരുടെയും സമക്ഷം തങ്ങളുടെ ശുശ്രൂഷ ചെയ്യാൻ സമാഗമ കൂടാരത്തിൽ പ്രവേശിച്ചു. ലേവായരെ സംബന്ധിച്ച് കർത്താവ് മോശയോട് കൽപ്പിച്ചതുപോലെ തന്നെ അവർ അവനോട് പ്രവർത്തിച്ചു. കർത്താവ് മോശയോട് വചിച്ചു, ലേവായരെ സംബന്ധിച്ചുള്ള നിയമം ഇതാണ്: 25 മുതൽ മേൽപോട്ട് പ്രായമുള്ള സംഘം സമാഗമ കൂടാരത്തിൻ്റെ ശുശ്രൂഷയിൽ അണിചേരുന്നതിന് വരട്ടെ. 50 മുതൽ പ്രായമുള്ളവൻ ശുശ്രൂഷാ സംഘത്തിൽ നിന്ന് പിന്തിരിയട്ടെ. അവൻ തുടർന്ന് ശുശ്രൂഷിക്കേണ്ടതില്ല. എന്നാൽ സമാഗമ കൂടാരത്തിലെ സംരക്ഷണ ചുമതലയിൽ തൻ്റെ സഹോദരന്മാരെ അവന് സഹായിക്കാം. അവൻ ശുശ്രൂഷ ചെയ്യേണ്ടതില്ല. ലേവായരെ സംബന്ധിച്ച അവരുടെ ചുമതലകളിൽ നീ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. സംഖ്യയുടെ പുസ്തകം 9-ാം അധ്യായം. രണ്ടാമത്തെ പെസഹ. ഈജിപ്ത് ദേശത്ത് നിന്ന് അവർ പുറപ്പെട്ടതിൻ്റെ 2-ാം വർഷം ആദ്യമാസം സീനായി മരുഭൂമിയിൽ വെച്ച് കർത്താവ് മോശയോട് ഇപ്രകാരം വചിച്ചു: ഇസ്രായേല്യർ നിശ്ചിത സമയത്ത് തന്നെ പെസഹ ആചരിക്കണം. ഈ മാസം 14-ാം തീയതി സായം സന്ധ്യയിൽ നിശ്ചിത സമയത്ത് നിങ്ങളത് ആചരിക്കണം. അതിൻ്റെ ചട്ടങ്ങളെല്ലാം അനുസരിച്ചും ക്രമങ്ങളെല്ലാം അനുസരിച്ചും നിങ്ങളത് അനുഷ്ഠിക്കണം. പെസഹ ആചരിക്കാൻ മോശ ഇസ്രായേല്യരോട് ആവശ്യപ്പെട്ടു. അങ്ങനെ അവർ ആദ്യമാസം 14-ാം ദിവസം സീനായി മരുഭൂമിയിൽ വെച്ച് സായം സന്ധ്യയിൽ പെസഹ ആചരിച്ചു. കർത്താവ് മോശയോട് കൽപ്പിച്ചതനുസരിച്ച് ഇസ്രായേല്യർ പ്രവർത്തിച്ചു. മനുഷ്യൻ്റെ ജഡം വഴി മലിനരായ ചില ആളുകൾ അവിടെയുണ്ടായിരുന്നു. അതിനാൽ ആ ദിവസം പെസഹ ആചരിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. ആ ദിവസം തന്നെ അവർ മോശയുടെയും അഹ്റോൻ്റെയും മുമ്പിൽ സന്നിഹിതരായി. ആ ആളുകൾ അവനോട് പറഞ്ഞു, മനുഷ്യൻ്റെ പിണം വഴി ഞങ്ങൾ മലിനരാണ്. എന്തുകൊണ്ടാണ് നിശ്ചിത സമയത്ത് കർത്തൃ കാണിക്ക സമർപ്പിക്കുന്നതിൽ നിന്ന് ഇസ്രായേല്യരുടെ മധ്യേ ഞങ്ങൾ വിലക്കപ്പെട്ടത്? മോശ അവരോട് പറഞ്ഞു, കർത്താവ് നിങ്ങൾക്കായി എന്തു കൽപ്പിക്കുന്നുവെന്ന് ഞാൻ കേൾക്കുന്നതിനായി നിങ്ങൾ കാത്തു നിൽക്കുവിൻ. കർത്താവ് മോശയോട് ഇപ്രകാരം വചിച്ചു: ഇസ്രായേല്യരോട് ഇപ്രകാരം പറയുക: നിങ്ങളിലോ നിങ്ങളുടെ തലമുറകളിലോ ആരെങ്കിലും പിണം കൊണ്ട് മലിനമാവുകയോ ദൂരയാത്രയിലായിരിക്കുകയോ ചെയ്താലും അവൻ കർത്താവിന് പെസഹ ആചരിക്കണം. അങ്ങനെയുള്ളവർ 2-ാം മാസം 14-ാം ദിവസം സായം സന്ധ്യയിൽ അത് ആചരിക്കണം. പുളിപ്പില്ലാത്ത അപ്പവും കയ്പുള്ള ഇലകളും കൂട്ടി അവർ അത് ഭക്ഷിക്കണം. അതിലൊന്നും പ്രഭാതം വരെ അവർ അവശേഷിപ്പിക്കരുത്. അതിൻ്റെ അസ്ഥിയൊന്നും ഒടിക്കുകയുമരുത്. പെസഹയുടെ ചട്ടമെല്ലാം അനുസരിച്ച് വേണം അവർ അത് ആചരിക്കേണ്ടത്. എന്നാൽ ശുദ്ധിയുള്ളവനായിരിക്കുകയും യാത്രയിലല്ലാതിരിക്കുകയും ചെയ്യുന്ന ഒരാൾ പെസഹ ആചരിക്കുന്നത് വിട്ടുകളഞ്ഞാൽ ആ വ്യക്തി തൻ്റെ ജനത്തിൽ നിന്ന് വിച്ഛേദിക്കപ്പെടണം. കാരണം കർത്തൃ കാണിക്ക നിശ്ചിത സമയത്ത് അവൻ സമർപ്പിച്ചില്ല. അയാൾ തൻ്റെ പാപം വഹിക്കണം. എന്നാൽ ഒരു പ്രവാസി നിങ്ങളോടൊത്ത് തൽക്കാലവാസം നടത്തുകയും കർത്താവിന് പെസഹ ആചരിക്കുകയും ചെയ്യുമ്പോൾ പെസഹയുടെ ചട്ടമനുസരിച്ചും അതിൻ്റെ ക്രമമനുസരിച്ചും തന്നെ അവനത് അനുഷ്ഠിക്കണം. നിങ്ങൾക്കും പ്രവാസിക്കും ദേശവാസിക്കും ഒരേ നിയമമായിരിക്കും. കൂടാരമുകളിൽ മേഘം. അവൻ ആലയമുയർത്തിയ ദിവസം സാക്ഷ്യകൂടാരത്തിൻ്റെ ആലയത്തെ മേഘം ആവരണം ചെയ്തു. സായാഹ്നത്തിൽ ആലയത്തിനു മീതെ അത് അഗ്നി രൂപം പോലെയായിരുന്നു. പ്രഭാതം വരെ അതുണ്ടായിരുന്നു. അത് സദാ ഇപ്രകാരമായിരുന്നു. മേഘം അതിനെ ആവരണം ചെയ്തിരുന്നു, അഗ്നിരൂപമായി രാത്രിയിലും. കൂടാരത്തിന് മുകളിൽ നിന്ന് മേഘം എപ്പോൾ ഉയരുന്നുവോ അതേ തുടർന്ന് ഇസ്രായേല്യർ നീങ്ങും. മേഘം വിശ്രമിക്കുന്ന സ്ഥലമേതോ അവിടെ ഇസ്രായേല്യർ തങ്ങും. കർത്താവിൻ്റെ നിർദ്ദേശമനുസരിച്ച് ഇസ്രായേല്യർ പാളയം നീക്കും. കർത്താവിൻ്റെ നിർദ്ദേശമനുസരിച്ച് അവർ തങ്ങും. മേഘം ആലയത്തിന് മുകളിൽ വിശ്രമിക്കുന്ന ദിവസങ്ങളെല്ലാം അവർ പാളയമടിക്കും. മേഘം ആലയത്തിന്മേൽ ഏറെ ദിവസങ്ങൾ തുടരുമ്പോൾ ഇസ്രായേല്യർ കർത്താവിൻ്റെ തീരുമാനം പാലിച്ച് നീങ്ങുകയില്ല. മേഘം ആലയത്തിന് മുകളിലായിരിക്കുന്ന ദിവസങ്ങൾ കുറവായിരിക്കുമ്പോഴും കർത്താവിൻ്റെ നിർദ്ദേശമനുസരിച്ച് അവർ പാളയമടിച്ചിരുന്നു. പിന്നീട് കർത്താവിൻ്റെ നിർദ്ദേശമനുസരിച്ച് അവർ നീങ്ങുകയും ചെയ്തിരുന്നു. ചിലപ്പോൾ സന്ധ്യ മുതൽ പുലർച്ചെ വരെ മാത്രം മേഘമുണ്ടായിരിക്കും.
പ്രഭാതത്തിൽ മേഘമുയർന്നാൽ അവർ പാളയം നീക്കും. പകലോ രാത്രിയോ മേഘമുയർന്നാലും അവർ നീങ്ങിയിരുന്നു. ആലയത്തിന് മുകളിലുള്ള മേഘം അതിന്മേൽ വസിക്കുന്നത് 2 ദിവസമോ 1 മാസമോ കാലങ്ങൾ തന്നെയോ തുടരുമ്പോഴും ഇസ്രായേല്യർ തങ്ങുമായിരുന്നു. അവർ നീങ്ങിയിരുന്നില്ല. അത് ഉയരുമ്പോൾ അവർ നീങ്ങുമായിരുന്നു. കർത്താവിൻ്റെ നിർദ്ദേശമനുസരിച്ച് അവർ പാളയമടിച്ചിരുന്നു. കർത്താവിൻ്റെ നിർദ്ദേശമനുസരിച്ച് അവർ പാളയം നീക്കുകയും ചെയ്തിരുന്നു. മോശ വഴിയുള്ള കർത്താവിൻ്റെ നിർദ്ദേശമനുസരിച്ച് അവർ കർത്താവിൻ്റെ തീരുമാനം പാലിച്ചിരുന്നു. നിയമാവർത്തന പുസ്തകം 8-ാം അധ്യായം. പ്രലോഭനങ്ങൾ. നിങ്ങൾ ജീവിക്കുന്നതിനും പെരുകുന്നതിനും കർത്താവ് നിങ്ങളുടെ പിതാക്കന്മാർക്കായി ശപഥം ചെയ്തിട്ടുള്ള ദേശത്ത് പ്രവേശിച്ച് അത് കൈവശമാക്കുന്നതിനും വേണ്ടി ഇന്ന് ഞാൻ നിന്നെ അനുശാസിക്കുന്ന ഓരോ കൽപ്പനയും നിറവേറ്റാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. നീ അവിടുത്തെ കൽപ്പനകൾ പാലിക്കുമോ ഇല്ലയോ എന്ന് നിൻ്റെ ഹൃദയത്തിലുള്ളത് പരീക്ഷിച്ചറിയാനായി നിന്നെ എളിമപ്പെടുത്താൻ വേണ്ടി ഈ 40 സംവത്സരം നിൻ്റെ ദൈവമായ കർത്താവ് മരുഭൂമിയിലൂടെ നിന്നെ നടത്തിയ ഓരോ വഴിയും നീ ഓർക്കണം. മനുഷ്യൻ ജീവിക്കുന്നത് അപ്പം കൊണ്ട് മാത്രമല്ലെന്നും അവൻ ജീവിക്കുന്നത് കർത്താവിൻ്റെ അധരത്തിൽ നിന്ന് പുറപ്പെടുന്നതെല്ലാം കൊണ്ടുമാണെന്നും നിന്നെ അറിയിക്കുന്നതിന് വേണ്ടിയാണ് അവിടുന്ന് നിന്നെ എളിമപ്പെടുത്തുകയും പട്ടിണിയിലാക്കുകയും നീ അറിയാതെ നിൻ്റെ പിതാക്കന്മാർക്ക് അജ്ഞാതമായ മന്ന നിന്നെ തീറ്റിക്കുകയും ചെയ്തത്. ഈ 40 സംവത്സരം നിൻ്റെ മേലുണ്ടായിരുന്ന പുറംകുപ്പായം ജീർണിച്ചില്ല, നിൻ്റെ കാൽ വീങ്ങിയുമില്ല. ഒരുവൻ തൻ്റെ പുത്രന് ശിക്ഷണം നൽകുന്നത് പോലെ നിൻ്റെ ദൈവമായ കർത്താവ് നിനക്ക് ശിക്ഷണം നൽകുകയാണെന്ന് നീ ഹൃദയപൂർവ്വം ഗ്രഹിക്കണം. അതിനാൽ നിൻ്റെ ദൈവമായ കർത്താവിൻ്റെ മാർഗങ്ങളിലൂടെ ചരിക്കാനും അവിടുത്തെ ഭയപ്പെടാനുമായി അവിടുത്തെ കൽപ്പനകൾ നീ പാലിക്കണം. എന്തെന്നാൽ നിൻ്റെ ദൈവമായ കർത്താവ് നിങ്ങളെ കൊണ്ടുപോകുന്നത് ഒരു നല്ല ദേശത്തേക്കാണ്. താഴ്വരയിലും മലയിലും നിർഗളിക്കുന്ന നീർച്ചാലുകളുടെയും ഉറവകളുടെയും ആഴജലങ്ങളുടെയും ദേശം, ഗോതമ്പ്, ബാർലി, മുന്തിരി, അത്തി, മാതളനാരകം എന്നിവയുടെ ദേശം, എണ്ണയ്ക്കുള്ള ഒലിവിൻ്റെയും തേനിൻ്റെയും ദേശം, ദാരിദ്ര്യത്തിലാകാത്ത ദേശം. നീ അതിൽ അപ്പം ഭക്ഷിക്കും, അതിൽ നിനക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ല. അതിൻ്റെ കല്ലുകൾ ഇരുമ്പായുള്ള ദേശം, അതിൻ്റെ മലകളിൽ നിന്ന് നീ ചെമ്പ് ഖനനം ചെയ്യും. നീ ഭക്ഷിക്കും, സംതൃപ്തനാകും. നിൻ്റെ ദൈവമായ കർത്താവ് നിനക്ക് നൽകിയ നല്ല ദേശത്തെ പ്രതി നീ അതിനെ വാഴ്ത്തും, അവിടുത്തെ വാഴ്ത്തും. ഞാൻ ഇന്ന് നിന്നെ അനുശാസിക്കുന്ന അവിടുത്തെ കൽപ്പനകളും ന്യായപ്രമാണങ്ങളും ചട്ടങ്ങളും പാലിക്കാതെ നിൻ്റെ ദൈവമായ കർത്താവിനെ വിസ്മരിക്കാൻ നിനക്ക് ഇടവരാതിരിക്കാൻ ശ്രദ്ധിച്ചുകൊള്ളുക. അങ്ങനെയല്ലെങ്കിൽ നീ ഭക്ഷിച്ച് സംതൃപ്തനാകുകയും നല്ല വീടുകൾ പണിത് താമസിക്കുകയും നിൻ്റെ കന്നുകാലി ഗണവും ആട്ടിൻപറ്റവും പെരുകുകയും നിനക്ക് വെള്ളിയും സ്വർണവും വർദ്ധിക്കുകയും നിനക്കുള്ളതെല്ലാം സമൃദ്ധമാവുകയും ചെയ്യുമ്പോൾ നിൻ്റെ ഹൃദയം അഹങ്കരിക്കുകയും നിന്നെ അടിമകളുടെ ഭവനമായ ഈജിപ്ത് നാട്ടിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന നിൻ്റെ ദൈവമായ കർത്താവിനെ നീ വിസ്മരിക്കുകയും ചെയ്യും. അവിടുന്നാണല്ലോ ആഗ്നേയ സർപ്പവും തേളിൻകൂട്ടവുമുള്ള വെള്ളമില്ലാത്ത ഉണങ്ങി വരണ്ട വിപുലവും ബീഭത്സവുമായ മണൽക്കാട്ടിലൂടെ നിന്നെ നടത്തിയവൻ, നിനക്ക് വേണ്ടി കരിമ്പാറയിൽ നിന്ന് ജലം പുറപ്പെടുവിച്ചവൻ, നിൻ്റെ പിതാക്കന്മാർക്ക് അജ്ഞാതമായിരുന്ന മന്ന നിന്നെ തിരിച്ചവൻ, നിന്നെ പരീക്ഷിക്കാനും നിന്നെ എളിമപ്പെടുത്താനും അങ്ങനെ നിൻ്റെ പിൽക്കാലത്ത് നിനക്ക് നന്മയുളവാക്കാനും ആയിരുന്നു അത്. അല്ലാത്തപക്ഷം എൻ്റെ ശക്തിയും എൻ്റെ കരബലവുമാണ് എനിക്ക് ഈ സമ്പത്തെല്ലാം നേടിത്തന്നത് എന്ന് നീ നിൻ്റെ ഹൃദയത്തിൽ പറയും. സമ്പത്തുണ്ടാക്കുന്നതിന് നിനക്ക് ശക്തി തരുന്നവൻ നിൻ്റെ ദൈവമായ കർത്താവാണെന്നതുകൊണ്ട് അവിടുത്തെ നീ സ്മരിക്കണം. അങ്ങനെയായാൽ നിൻ്റെ പിതാക്കന്മാരോട് ശബ്ദം ചെയ്ത ഉടമ്പടി അവിടുന്ന് ഇന്നത്തേതുപോലെ ഉറപ്പിക്കും. എന്നാൽ നീ നിൻ്റെ ദൈവമായ കർത്താവിനെ തീർത്തും വിസ്മരിക്കുകയും മറ്റു ദേവന്മാരുടെ പിറകെ നടക്കുകയും അവയെ സേവിക്കുകയും അവയ്ക്ക് ആരാധന അർപ്പിക്കുകയും ചെയ്താൽ നീ നിശേഷം നശിച്ചു പോകുമെന്ന് ഇന്ന് ഞാൻ നിങ്ങൾക്കിടയിൽ സാക്ഷ്യപ്പെടുത്തുന്നു. നിങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ സ്വരം നിങ്ങൾ കേൾക്കാതിരിക്കുന്ന പക്ഷം നിങ്ങളുടെ മുമ്പിൽ നിന്ന് കർത്താവ് നശിപ്പിക്കാനിരിക്കുന്ന ജനതകളെപ്പോലെ തന്നെ നിങ്ങളും നശിക്കും. സങ്കീർത്തനം 93. കർത്താവിൻ്റെ രാജകീയ പ്രഭാവം. കർത്താവ് വാഴുന്നു, അവിടുന്ന് യശസ്സണിഞ്ഞിരിക്കുന്നു. കർത്താവ് ശക്തി അണിഞ്ഞ് അരമുറുക്കിയിരിക്കുന്നു. ഇളകാത്ത വിധം പ്രപഞ്ചം സുസ്ഥാപിതവുമായിരിക്കുന്നു.
അങ്ങയുടെ സിംഹാസനം പണ്ടേ സുസ്ഥാപിതമാണ്. അങ്ങ് അനാദി മുതലേ ഉള്ളവനാണ്. കർത്താവെ, നദികൾ ഉയർത്തി, നദികൾ തങ്ങളുടെ ശബ്ദമുയർത്തി, നദികൾ തങ്ങളുടെ അലകൾ ഉയർത്തുന്നു. പെരുവെള്ളങ്ങളുടെ ഗർജനങ്ങളേക്കാൾ ശക്തമായ കടൽ തിരമാലകളേക്കാൾ ഉന്നതത്തിൽ കർത്താവ് ശക്തനാണ്. അങ്ങയുടെ സാക്ഷ്യങ്ങൾ അതിവിശ്വാസ്യങ്ങളാണ്. കർത്താവെ, എന്നാളും അങ്ങേ ആലയത്തിന് വിശുദ്ധി യോജിച്ചത് അത്രേ.